മലയാള സിനിമയിലെ ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തിക്കുകയാണ് നടി ശ്വേത മേനോൻ. ഇതിനിടെ കൊല്ലം തുളസിയും തന്റെ മോശം അനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. കൊല്ലം തുളസി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന്. ഷൂട്ടിങ്ങുള്ള സമയത്ത് താൻ റൂമിൽ കിടക്കുമ്പോൾ ഒരു കൈ തന്റെ ശരീരത്തിലൂടെ കൂടെ ഇഴഞ്ഞു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ അടങ്ങിയിരിക്കൂ എന്നായിരുന്നു പറഞ്ഞത്. ലൈറ്റിട്ട് നോക്കിയപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവായിരുന്നു. കൊല്ലം തുളസി പറഞ്ഞത് തുളസി എന്ന പേര് പെണ്ണുങ്ങൾക്കുണ്ട്. അപ്പോൾ തുളസി എന്ന നടിയായിരിക്കാം അവർ പ്രതീക്ഷിച്ചത്, അതുകൊണ്ടായിരിക്കാം അവർ കയറി പിടിച്ചത് എന്ന രസകരമായ മറുപടിയും തുളസി പറഞ്ഞു. അതുപോലെ മലയാള സിനിമയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത മേനോൻ. തന്റെ നിലപാട് വെട്ടിത്തുറന്നു പറയാൻ ആരെയും ഭയക്കാത്ത നടിയാണ് ശ്വേത മേനോൻ. ശ്വേത മേനോൻ പറയുന്നത് സ്വന്തമായി തന്നെ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ കൂടെ ആരും നിൽക്കാൻ പോകുന്നില്ല. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്നും ശ്വേത മേനോൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പുറത്തും വരുന്നില്ല. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കുറച്ച് സ്ത്രീകൾ തന്നെ അനുഭവം പറഞ്ഞ് പുറത്തു വരാൻ തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. ഇന്ന് മാത്രമല്ല, സ്കൂളിൽ മുതലേ ഞാൻ പ്രതികരിക്കുന്ന ആളാണ്. എല്ലാവർക്കും അവരുടേതായ സാഹചര്യവും പ്രശ്നവും ഉണ്ടാകും. അതുപോലെ തന്നെ തനിക്കും തന്റെ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഒരുപാട് സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടെന്നും ശ്വേത മേനോൻ പറഞ്ഞു. സിനിമ ഷൂട്ടിങ്ങിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോ പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. മിക്ക ആളുകളും മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായി പ്രതികരിച്ചേ പറ്റൂ. ഓരോരുത്തരും വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. തനിക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ചിലപ്പോൾ എല്ലാത്തിനും നോ പറയുന്നത് കൊണ്ടായിരിക്കാം. ചില സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് പേടിച്ചുകൊണ്ട് തന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല. പവർ ഗ്രൂപ്പിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുമുണ്ട്. വരുന്ന തലമുറ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നടികൾക്ക് അഭിനയിക്കാൻ തന്നെ പേടിയുള്ള കാലമായി മാറുകയാണ്. ഒരുപാട് ആളുകൾ സ്വന്തം നിലപാട് തുറന്നു പറയുന്ന സമയത്ത് ചില ആളുകൾ ചിലരെ രക്ഷപ്പെടുത്താനായി നുണകൾ പറഞ്ഞ് രംഗത്തെത്തുന്നു. മലയാള സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാതെ വരുന്നു. ശ്വേത മേനോൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.